ജമാഅത്ത് നമസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ജമാഅത്ത് നമസ്കാരം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തഹിയ്യത്ത് നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ സുന്നത്ത് നമസ്കാരമല്ല. ഇദാ ഉഖീമത്തി സ്വലാ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫർദ് നമസ്കാരമല്ലാതെ മറ്റു നമസ്കാരങ്ങളില്ല. അപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ജമാഅത്ത് ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അയാൾ ആ ഫർദ് നമസ്കാരത്തിലേക്ക് നേരെ പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പള്ളിയിലേക്ക് ഒരാൾ കയറുമ്പോൾ പള്ളിയുടെ സുന്നത്ത് എന്ന് പറയുന്ന തഹിയ്യത്ത് നമസ്കാരം പള്ളിയിൽ കയറി ഇരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. ഒരാൾ പള്ളിയിലേക്ക് കയറി ആ പള്ളിയിൽ കയറി അവിടെ ഇരിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈൻ, 2 റകഅത്ത് നമസ്കരിക്കാതെ അയാൾ ഇരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ പള്ളിയുടെ തെഹിയ്യത്ത് എന്ന് പറയുന്നത് പള്ളി കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമസ്കരിക്കുന്ന നമസ്കാരമാണ്. നമസ്കാരത്തിലൂടെയാണ് പള്ളിയിലേക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിക്കേണ്ടത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫർദ് നമസ്കാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ നേരെ ഫർദ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഫർദ് നമസ്കാരമാണ് പള്ളിയിലേക്കുള്ള തെഹിയ്യത്തായിട്ട് അതിൽ പെടും. ആ നമസ്കാരത്തിൽ അത് പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫർദ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും സുന്നത്ത് പോയി നമസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് ആ ജമാഅത്തിലേക്ക് അയാൾ പങ്കുചേരുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഫർദ് നമസ്കാരത്തിന് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരം ഒരു പകുതി അവസാനത്തിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കുക, എന്നിട്ട് ജമാഅത്തിൽ പങ്കെടുക്കുക. അതായത് നമസ്കാരം നമ്മൾ ആരംഭിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് എങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നേരെ എന്ത് ചെയ്യണം, നമസ്കാരത്തിലേക്ക് ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു ആലം.